അസാധ്യമായിട്ട് പാടി വന്നു. താങ്ക് യു. ഈ പാട്ടിനകത്ത് ഒരുപാട് സംഗതികളില്ലെങ്കിലും ഈ പാട്ട് കൺവേ ചെയ്യുന്നത് ഈ വരികളുടെ അർത്ഥമാണ്. അത് നമ്മൾ നല്ല അക്ഷരസ്ഫുടതയോടുകൂടി പാടിക്കഴിഞ്ഞാൽ അവിടാണ് അതിന്റെ വിജയം. അതായത് നന്ദി ആരോ ടക്ക് 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 കൃത്യമായിട്ട് പാടുക. എല്ലാ സ്ഥലങ്ങളും നന്നായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം എന്തോ ആരോട് ഞാൻ ചൊല്ലേണ്ട കുറച്ച് വലിച്ചു കീറിയപ്പോഴത്തേക്ക് എന്തോ ഒരു എൻഡിങ്ങിലും അല്ലേ, എവിടോ ഒരു സ്ഥലത്ത്. ഓക്കെ മോനെ, നന്നായിട്ട് പാടിയേ. ചക്കരെ. എന്തോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ഇതൊരു അതിന്റെ ലിറിക്സ് എഴുതിയ കോന്നിയൂർ ഭാസ്, അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം. ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, 3-4 പാട്ടേ ഉള്ളൂ, മതിയല്ലോ. എന്ത് പാട്ട്! അതായത് പാതിമേയായ പിതാവിനോ പിന്നതിൽ പാതിമേയായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോടോ ഞാൻ ചൊല്ലേണ്ടു എന്ന് നീ സർവശക്തി സർവ ഫീലോട് ഉൾക്കൊണ്ട് അത് ഞാനിത് മിക്ക സ്ഥലത്തും ലാസ്റ്റ് താങ്ക്സ് പറയുമ്പോൾ ലാസ്റ്റ് ഇവിടുത്തെ പോലീസുകാർക്കും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്കും പിന്നെ നിങ്ങളോട് നന്ദി ഇതാ ഈ പാട്ട് എപ്പോഴും എന്റെ വായിൽ വരും. അവരെല്ലാവരും സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പാട്ടില്ല ഇനി കാരണം ഇതിന്റെ ലിറിക്സ് നോക്കിയേ. അതായത് രക്തബന്ധം മുറിച്ച് അന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കൽ കൊടിയോടോ എന്ന് വെച്ചാൽ എല്ലാവരും രക്തബന്ധം മുറിക്കാനല്ല, പക്ഷെ അതിന്റെ ആ കവി ഇത് നോക്കി ഉദ്ദേശിച്ചത് നമ്മുടെ അല്ലേ അവിടെ തൊട്ടേ ഇതിന്റെ ഒരു ഇത് രസമായിട്ട് വരികള്. അതുപോലെ രവീന്ദ്ര മാഷിന്റെ സംഗീതവും ദാസാറിന്റെ ശബ്ദവും കൂടെ ചേർന്നപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോൾ അതൊരു എവർഗ്രീൻ ക്ലാസിക് ഹിറ്റിൽ പെട്ടു. അത് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ അങ്ങനെ അധികം ഒരുപാട് പേര് പാടുന്ന കേട്ടിട്ടില്ല. നിന്നിൽ നിന്ന് അത് തീരെ പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി ജൂനിയർ എന്നുള്ള പേരിടുന്നത്? പാടിയാ മതി, ഇത് പാടിയാ പോരെ? നിനക്ക് ദൈവം തന്നിട്ടുണ്ട്, അതിന് നീ നന്ദി പറയേണ്ടത് പാതിമേയായ സിംഗപ്പൂരുള്ള നിന്റെ അച്ഛനോടും പാതിമേയായ ശാസ്താംകോട്ടയിലുള്ള നിന്റെ അമ്മയ്ക്കും. ഈ 2 പേർക്കും നന്ദി പറഞ്ഞ് ഇതുപോലെ പോയാൽ നീ ഒരു രീതിയിലും ആരെയും പ്രലോഭിപ്പിച്ച് നടക്കേണ്ടി ജീവിക്കേണ്ടി വരികയല്ല കേട്ടോ. കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞ ഞങ്ങള് അവസാനത്തെ പല്ലവി എത്തിയപ്പോ തന്നെ എംജി ഞങ്ങള് സിഗ്നലിൽ വന്നു, നമുക്ക് എല്ലാവർക്കും സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ അത് ഡിസേർവിംഗ് ആണ്. എംജി ഞങ്ങളൊക്കെ എണീച്ച് നിന്ന് കൈകൊട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടില്ല. നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ലെവലും വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡിങ് ഓവേഷൻ ഭയങ്കര കാര്യം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനതൊക്കെ അയച്ചു. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിന്നെ കെട്ടിപ്പിടിക്കട്ടെ. ചെറുതൊന്നല്ല, ഇതൊരു വലിയ പടക്കമാണ് കേട്ടോ. എന്തൊരു വോയിസ് കൺട്രോള് വേണമെന്നറിയോ? തുടങ്ങിയത് വളരെ നീ നൈസായി തുടങ്ങി, പിന്നെ നീ ഒരു AK-47 വെച്ച് എല്ലാത്തിനും വെടിവെച്ച് ഇട്ടമാരാവും. വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാക്ടീസ് ഒന്നല്ല, കുറെ ദൈവാനികരാണ് നിനക്ക്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായ ജൂനിയറിന്റെ പിന്നിലെ കാര്യം. പെണ്ണുങ്ങളെ വിളക്കാനൊന്നും അല്ല. ലാസ്റ്റ് ഞാനൊരു കമന്റ് പറഞ്ഞില്ലേ, ഇവൻ MG സാറിന്റെ ജൂനിയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന്. അതിനുശേഷമാണ് ദേവൻ ജൂനിയർ. അപ്പൊ അതിന് പോലെ ദേവൻ ജൂനിയർ എന്ന് പറഞ്ഞാൽ MG ജൂനിയർ എന്ന് ഇട്ടാലോ? അപ്പൊ എന്തായാലും ഇത് നിനക്ക് നിന്റെ ലൈഫിൽ നിന്റെ കരിയറിൽ തന്നെ ഈ പാട്ട് വലിയൊരു ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നിനക്ക് നന്ദി പറയാനുള്ള ഈ ടോപ്പ് ബാൻഡ് അങ്കിൾമാർ എന്ത് ഗംഭീരമായി. അപ്പൊ എല്ലാവർക്കും അവർക്കൊരു താങ്ക് യു പറഞ്ഞു കേട്ടോ. നിന്നെ ഇത്രയും ആ ഗ്രിപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയില്ല അവർക്ക് വലിയൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. സൂപ്പർ സൂപ്പർ ടോപ്പ് ബാൻഡ് സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും മോനെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ